ഇക്കാലത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവരായി ആരും തന്നെയില്ല. സോഷ്യൽ മീഡിയയിലൂടെ ഫോട്ടോകളും റീലുകളും പങ്കുവെക്കുന്നത് പലർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. ചിലരാകട്ടെ വൈറലാകാൻ വേണ്ടി എന്ത് സാഹസവും കാണിക്കാറുമുണ്ട്. അത്തരത്തിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ വാതിലിൽ നിന്ന് റീലും ഫോട്ടോയും എടുത്ത് അപകടം സംഭവിച്ചവരെ കുറിച്ചും നാം കേട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന്റെ വാതിലിൽ നിന്ന് സാഹസം കാണിച്ച് ഫോട്ടോയും വീഡിയോയും ചിത്രീകരിക്കുന്നവർക്കെതിരെ ഇന്ത്യൻ റെയിൽവേ നടപടി സ്വീകരിക്കും. പക്ഷേ റീൽ എടുത്തു എന്നതിന് മാത്രം പ്രത്യേകമായി ഒരു പിഴയില്ല. അപകടകരമായ പ്രവൃത്തി ഏത് നിയമലംഘനമായി കണക്കാക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നടപടി. ട്രെയിനിന്റെ ഫുട്ബോർഡിലോ പടിയിലോ വാതിലിന് പുറത്തേക്ക് അപകടകരമായി യാത്ര ചെയ്യൽ റെയിൽവേസ് ആക്ട് സെക്ഷൻ 156 പ്രകാരം മുന്നറിയിപ്പ് നൽകിയിട്ടും തുടരുകയാണെങ്കിൽ 3 മാസം വരെ തടവോ 500 രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കാം. വ്യക്തിയെ ട്രെയിനിൽ നിന്ന് പുറത്താക്കാനും കഴിയും. 2026 പുതിയ നിയമ ഭേദഗതികൾക്ക് ശേഷം ചില റെയിൽവേ നിയമലംഘനങ്ങൾക്ക് പിഴ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ സംഭവത്തിന്റെ സ്വഭാവമനുസരിച്ച് നിലവിലെ നടപടി പഴയ 500 രൂപ പരിധിയിൽ മാത്രം ഒതുങ്ങണമെന്നില്ല. റെയിൽവേ നിയമങ്ങൾ അനുസരിച്ച് ഓടുന്ന ട്രെയിനിന്റെ വാതിൽ നിന്ന് വീഡിയോ പകർത്തുന്നത് കണ്ടെത്തിയാൽ 1989 റെയിൽവേ ആക്ട് പ്രകാരം നടപടിയെടുക്കാം. കൂടാതെ നിയമങ്ങൾ ലംഘിച്ചതിന് പിഴയും ചുമത്താം. ഓടുന്ന ട്രെയിനിന്റെ ഗേറ്റിന് സമീപം വീഡിയോ ചിത്രീകരിച്ചോ സ്റ്റണ്ട് അവതരിപ്പിച്ചോ റെയിൽവേ നിയമങ്ങൾ ലംഘിക്കുന്ന യാത്രക്കാരന് 1000 രൂപ വരെ പിഴയും 6 മാസം വരെ തടവും ലഭിക്കാം. ട്രെയിൻ ഗേറ്റിൽ ഒരാൾ റീൽസ് നിർമ്മിക്കുന്നതിന്റെ വീഡിയോ വൈറലായാൽ റെയിൽവേക്ക് നടപടിയെടുക്കാൻ കഴിയും. അത്തരം സന്ദർഭങ്ങളിൽ RPAF-ഉം GRPയും ആ വ്യക്തിയെ തിരിച്ചറിയുകയും അവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യും. ചലിക്കുന്ന ട്രെയിൻ വാതിലിൽ റീൽസ് നിർമ്മിക്കുന്നത് അയാൾക്ക് അപകടകരമാണെന്ന് മാത്രമല്ല മറ്റ് യാത്രക്കാർക്കും പ്രശ്നം